കേരളത്തിന്റെ ഭൂപടത്തിൽ വയനാട് എന്ന പച്ചപ്പിന്റെ സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ താണ്ടേണ്ട ഒരു അഗ്നിപരീക്ഷയുണ്ട്. അതാണ് താമരശ്ശേരി ചുരം. കോഴിക്കോട് ജില്ലയിലെ അടിവാരത്തു നിന്നും തുടങ്ങി വയനാട്ടിലെ ലക്കിടിയിൽ അവസാനിക്കുന്ന ഈ 9 ഹെയർപിൻ വളവുകൾ വെറുമൊരു റോഡല്ല, മറിച്ച് സാഹസികതയുടെ ചരിത്രത്തിന്റെയും ഒരു വലിയ ലോകമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2300 അടി ഉയരത്തിലേക്കാണ് ഈ പാത നമ്മളെ കൊണ്ടുപോകുന്നത്. ഓരോ വളവും പിന്നിടുമ്പോൾ താഴെ കാണുന്ന കാഴ്ചകൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. പശ്ചിമഘട്ട മലനിരകളുടെ വന്യമായ ഭംഗി ആസ്വദിക്കണമെങ്കിൽ താമരശ്ശേരി ചുരത്തിലൂടെയുള്ള ഒരു യാത്ര തന്നെ വേണം. ഈ ചുരത്തിന്റെ നിർമ്മാണത്തിന് പിന്നിൽ ചോര നനഞ്ഞ ഒരു ചരിത്രമുണ്ട്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബ്രിട്ടീഷുകാർ വയനാട്ടിലെ തോട്ടങ്ങളിലേക്ക് എത്താൻ ഒരു എളുപ്പമായി തിരയുകയായിരുന്നു. പല എഞ്ചിനീയർമാരും പരാജയപ്പെട്ടപ്പോൾ അവരെ സഹായിക്കാൻ എത്തിയത് കരിന്തണ്ടൻ എന്ന ആദിവാസി യുവാവാണ്. മലനിരകളെ ഉള്ളം കൈ പോലെ അറിയാമായിരുന്ന കരിത്തണ്ടൻ ബ്രിട്ടീഷുകാർക്ക് ഈ വഴി കാണിച്ചു കൊടുത്തു. എന്നാൽ വഴി കണ്ടെത്തിയതിന്റെ ഗ്വാദി തങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് എഞ്ചിനീയർ കരിന്തണ്ടനെ വെടിവെച്ചു കൊന്നു എന്നാണ് ചരിത്രം. പക്ഷേ ആ ആത്മാവ് അവിടെ അടങ്ങിയിരുന്നില്ല. യാത്രക്കാരെ വഴിതെറ്റിച്ചും അപകടങ്ങൾ വരുത്തിയും കരിന്തണ്ടൻ പകവീട്ടി. ഒടുവിൽ ഒരു മന്ത്രവാദി ആ ആത്മാവിനെ ഒരു ചങ്ങലയിൽ ബന്ധിച്ച് ഒരു മരത്തിൽ തളച്ചു. ഇന്നും ലക്കിടിയിൽ ആ ചങ്ങലമരം കാണുമ്പോൾ ഓരോ സഞ്ചാരിയുടെയും ഉള്ളിൽ ഒരു വിങ്ങലുണ്ടാകും. വളരുന്നതിനൊപ്പം ചങ്ങലയും മരത്തിനുള്ളിലേക്ക് വലിയുന്നു എന്ന് ഇന്നും ഒരു അത്ഭുതമായി അവശേഷിക്കുന്നു. യാത്ര തുടങ്ങുന്നത് അടിവാരത്തു നിന്നാണ്. ആദ്യത്തെ 2 വളവുകൾ താരതമ്യേന എളുപ്പമാണ്. എന്നാൽ 3ാമത്തെ വളവ് മുതൽ സംഗതി മാറും. വലിയ KSRTC ബസ്സുകളും ചരക്ക് ലോറികളും ആ കുത്തനെയുള്ള വളവുകൾ തിരിയുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക വൈഭവമാണ്. ഡ്രൈവർമാരുടെ കഴിവ് ശരിക്കും പരീക്ഷപ്പെടുന്ന ഇടമാണിത്. 5ാമത്തെയും 6ാമത്തെയും വളവുകളിൽ എത്തുമ്പോൾ ദൂരെ കോഴിക്കോട് നഗരം ഒരു ചെറിയ ചിത്രമായി നമുക്ക് മുന്നിൽ തെളിയും. മഴക്കാലമാണെങ്കിൽ ചുരത്തിന്റെ ഭാവം തന്നെ മാറും. മലമുകളിൽ നിന്ന് താഴേക്ക് കുതിച്ചൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളും റോഡിലേക്ക് ഇറങ്ങി വരുന്ന മഞ്ഞും യാത്രയെ മറ്റൊരു ലോകത്തെത്തിക്കും. വശങ്ങളിൽ വളർന്നു വന്നിരിക്കുന്ന ഈറ്റക്കാടുകളും കൂറ്റൻ മരങ്ങളും ഈ യാത്രക്കൊരു നിഗൂഢത നൽകുന്നു. ചുരത്തിലെ 9ാമത്തെ വളവ് ഏറ്റവും മനോഹരമാണ്. അവിടെയുള്ള വ്യൂ പോയിന്റിൽ നിന്നാൽ വയനാടൻ മലനിരകളുടെ പൂർണ്ണ രൂപം കാണാം. രാത്രി കാലങ്ങളിൽ ചുരം കയറുന്നത് മറ്റൊരു അനുഭവമാണ്. താഴെ മിന്നിത്തിളങ്ങുന്ന നഗര വെളിച്ചങ്ങൾ കണ്ടു നിൽക്കുമ്പോൾ സമയം പോകുന്നതറിയില്ല. എന്നാൽ യാത്രയിൽ അതീവ ജാഗ്രത വേണം. വന്യമൃഗങ്ങൾ റോഡ് മുറിച്ചു കടക്കുന്നതും ഈ പാതയിൽ പതിവാണ്. കാട്ടുപോത്തുകളും ആനകളും ചിലപ്പോൾ പുലികളും പോലും ഈ വന്യമേഖലയിലുണ്ട്. പരിസ്ഥിതി ലേലമായ ഈ പ്രദേശം സംരക്ഷിക്കേണ്ടത് ഓരോ സഞ്ചാരിയുടെയും കടമയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് ഈ സുന്ദരമായ പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കരുത്. താമരശ്ശേരി ചുരം ഇന്ന് ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഗതാഗത കുരുക്കാണ് ഇതിൽ പ്രധാനം. ഒരു വലിയ വണ്ടി കേടായാൽ മണിക്കൂറുകളോളം ചുരം നിശ്ചലമാകും. ഇടുങ്ങിയ റോഡുകളും മണ്ണിടിച്ചിലും ഭീഷണിയും എന്ന ഒരു തലവേദനയാണ്. ഇതിനൊരു പരിഹാരമായാണ് പുതിയ തുരങ്കപാത വരുന്നത്. തുരങ്കപാത വന്നാൽ ഒരുപക്ഷെ യാത്ര എളുപ്പമാകുമായിരിക്കും. പക്ഷേ താമരശ്ശേരി ചുരം നൽകുന്ന ഈ പഴയകാല നൊസ്റ്റാൾജിയയും ആവേശവും ഒരിക്കലും പകരമാവില്ല. ഐതിഹ്യങ്ങളും പ്രകൃതി ഭംഗിയും ഇവ ചേർന്ന ഈ മണ്ണ് ഓരോ മലയാളിയിലും ഉണ്ടാകുന്ന വിവരണാതമാണ്. നിങ്ങളൊരു യാത്രാസ്നേഹിയാണെങ്കിൽ ഈ ചുരത്തിലൂടെയുള്ള ഒരു യാത്ര ഒരിക്കലെങ്കിലും ചെയ്തിരിക്കണം. ആ മഞ്ഞും കുളിരും കരിന്തണ്ടന്റെ ഓർമ്മകളും നിങ്ങളെ വീണ്ടും ഇവിടേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.